നമസ്കാരം. ഞാൻ ബിജീഷ് വള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷ് വള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ ആൻഡ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അങ്ങനെ വിദഗ്ധമായിട്ട് നമുക്ക് നിഫ്റ്റിനും ബാങ്ക് നിഫ്റ്റിനും നമുക്ക് മാനേജ് ചെയ്യാം. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലായാലും നമ്മൾ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് നമ്മൾ നൽകിയിരിക്കുന്നത് 28,300 പക്ഷെ അത് മാനേജ് ചെയ്യേണ്ട രീതി പറഞ്ഞിരുന്നത് 22,275 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 28,320 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത, അല്ലെങ്കിൽ 300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ്. തുടക്കത്തിൽ ശ്രദ്ധിക്കുക, ഓപ്പണിംഗ് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 22,355. ഈ ഒരു സപ്പോർട്ട് ഓപ്പണിംഗ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടാണ്, ഓപ്പണിംഗ് ക്യാനിൽ തന്നെ ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ്, ചെറിയ ടൈം ഫ്രെയിമിലായാലും വലിയ ടൈം ഫ്രെയിമിലായാലും ഓപ്പണിംഗ് ക്യാനിൽ തന്നെ ബ്രേക്ക് ചെയ്തു. ഷോർട്ട്സ് എല്ലാം ആക്റ്റീവായിട്ടായിരുന്നു നിലനിർത്തിയിരുന്നത്. അതിനുശേഷം 320 അടുത്തുനിന്ന് ഒരു ഗ്രീൻ ക്യാനിൽ വന്നെങ്കിലും 320 ബ്രേക്ക് ചെയ്തുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് 22,275 വരെയാണ് നിഫ്റ്റി വന്നിരുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ്, ഈ ഒരു ലെവൽ പറഞ്ഞിരിക്കുന്ന ഈ ലെവൽ ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി അവസാനത്തെ ഒരു സെക്ഷനിൽ ഒരു ബൗൺസ് നടത്തിയിരുന്നത്. അപ്പോൾ വരുന്ന ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതേപോലെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷനും. ബാങ്ക് നിഫ്റ്റി ആയാലും നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക, 47,200. അപ്പോൾ 47,200 ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആയിരുന്നാലും ബാങ്ക് നിഫ്റ്റി സപ്പോർട്ടിലാണ്. എക്സാക്റ്റ് ആ ഒരു സപ്പോർട്ട് ഏതാണെന്നുള്ളത് അതാണ് നമുക്ക് ആ ഒരു നല്ലൊരു ട്രേഡുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നത്. 47,200 ഹോൾഡ് ചെയ്തുകൊണ്ട് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. അതിനുശേഷമായാലും അവസാനത്തെ ഒരു സെക്ഷനിൽ 47,475 കൂടി ബ്രേക്ക് ചെയ്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് മൊമെന്റം മാർക്കറ്റിൽ നിലനിർത്തി പോസിറ്റീവ് ഒരു ക്ലോസിംഗ് ആണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റീനെ നമുക്കത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ് നിഫ്റ്റിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവല്. നമ്മൾ നിഫ്റ്റിയിലായാലും പറഞ്ഞിരുന്നത് 22,300 താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ താഴത്തേക്ക് നിലനിർത്തിയ വീക്ക്നെസ് ആണ്. വീക്ക്നെസ്സിന്റെ ഒരു സാധ്യത നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. പ്രോഫിറ്റ് ബുക്കിന്റെ ഒരു സാധ്യത നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. നിഫ്റ്റി ആയാലും ഒരു ഹൈ വോളറ്റൈൽ മൂവ്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ കണ്ടിരുന്നത്. നിഫ്റ്റിയിലും ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസ് ആണ് 22,400, 22,440. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു ഹയർ ലെവലിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ ഒരു സാധ്യത. ഇപ്പോൾ എപ്പോഴും ഓപ്പൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുക, ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണെങ്കിൽ അതിനനുസരിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ 22,440 മുകളിലേക്കും കൂടി നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്താലാണ് ആ സ്ട്രോങ് ബൈയുടെ ഒരു സെന്റിമെന്റിൽ കിട്ടുന്നത്. 400 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ 400 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രം, ഒരു റെഡ് ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രം ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇതിന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഷോർട്ട്സിൽ 22,440 താഴെയല്ല, 22,400 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇൻ കേസ് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ബൈയുടെ ഓപ്പർച്യൂണിറ്റി ഈ ഒരു റേഞ്ചിൽ നിന്ന് കുറച്ച് റിസ്ക് ആണ്. 440 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഷോർട്ട്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റിക്കാണ് സാധ്യത കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ വരുന്ന ദിവസങ്ങളായാലും ലോവർ ലെവലാണ് പിന്നെ ഒരു സപ്പോർട്ട് കാണുന്നത്. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് തന്നെയാണ് 22,275 തന്നെയാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. ഈ ഒരു റേഞ്ചിൽ പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് കാണാനില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ഇൻ കേസ് ഈ ഒരു ലെവലാണ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും നിഫ്റ്റി ഇന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ 22,275 ഹോൾഡ് ചെയ്തുകൊണ്ട് 300 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന പറയുന്ന ഒരു സപ്പോർട്ട് ലെവലിന്റെ ഒരു താഴെയാണെങ്കിൽ വീക്ക്നെസ് ആയിരിക്കും. അടുത്തൊരു സപ്പോർട്ട് 22,200 ആണ് സപ്പോർട്ട് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലെ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉണ്ടാകുന്ന ട്രെൻഡിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ലോവർ ലെവലിൽ ഇന്ന് നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്
ലോവർ ലെവൽ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് നിലനിർത്തിയാൽ ക്ലോസിംഗ് ബേസിൽ നിലനിർത്തിയാൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ഇൻട്രാഡേയിൽ നിലനിർത്തിയാലും പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യത കൂടുതലാണ്. പക്ഷേ ലോവർ ലെവൽ സപ്പോർട്ട് ഉണ്ട് 46,900, 47,000. ഈ രണ്ട് സപ്പോർട്ട് സ്ട്രോങ് ആണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ലെവല് തന്നെയാണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഹയർ ലെവലിലേക്ക് ആയാലും റെസിസ്റ്റൻസ് ഉണ്ട്. 47,720 റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 47,600 താഴെ യൂട്ടിലൈസ് ചെയ്താലും ക്വിക്ക് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. 47,500 തൊട്ട് താഴെയാണ് സപ്പോർട്ട് വരുന്നത്. 47,490 സപ്പോർട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു ഏരിയയിൽ തൊട്ടടുത്ത് സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സപ്പോർട്ടല്ല, തൊട്ടടുത്ത് സപ്പോർട്ട് കാണുന്നുണ്ട്. ഇതിന്റെ താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ഈ സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ്. ഇതിന്റെ താഴെയാണെങ്കിൽ കുറച്ചൊരു വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. 47,200 ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് 47,820 മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 825 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ 960 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. 960 മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്താൽ കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിരിക്കും. ഇപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഇത്ര ലെവൽ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരും വിലയേറിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.